ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സെ ഒത്തിരി ദിവസമായി കണ്ടിട്ട്, ഞാനൊരു വീഡിയോ ഇട്ടിട്ടും ഒത്തിരി ദിവസമായി. ഞാൻ പറഞ്ഞിരുന്നല്ലോ നല്ല പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വിധത്തിലൊരാശ്വാസമായി വന്നിരിക്കുന്നതേ ഉള്ളു. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് ഒരു അങ്ങോട്ടുള്ളൊരു കണക്ഷൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചതും, പിന്നെ എൻ്റെ ഒരു സിനിമ റിലീസായിരുന്നു, കരിമുടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗങ്ങളായിട്ടുള്ള വീഡിയോസും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്വന്തം കാര്യങ്ങളാണ് ഞാൻ അതൊക്കെ ഇട്ടത്. പക്ഷേ ഞാനൊരു പടം വരച്ചിട്ട് ഇട്ടതിന് അടിയിൽ പോലും ആൾക്കാരുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സജീന നീ കള്ളം പറയല്ലേ, ഈ പടം രേണു വരച്ചതല്ലേ, പിന്നെ സജീന രേണുവിനെ കുറിച്ച് പറയൂ, രേണുവിൻ്റെ വിശേഷങ്ങൾ എന്താണ്, രേണുവിൻ്റെ വിശേഷങ്ങളൊന്നും പറയുന്നില്ലല്ലോ, ഇപ്പോൾ മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് വന്നിട്ട് എന്തായി എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കള്ളമാണ് എന്ന് തോന്നുന്നവർക്ക് എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും എടുത്ത് അതിലെ കമൻറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഓക്കെ. അപ്പം ആ രേണുവിൻ്റെ വിശേഷങ്ങൾ എന്നിലൂടെ അറിയാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് രേണുവിൻ്റെ കണ്ടൻറ് ആയതുകൊണ്ട് കാണാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് തുടക്കത്തിലേ പോകാം കേട്ടോ. അപ്പോൾ രേണുവിൻ്റെ മൂന്നാമത്തെ കീമോ ഞാൻ പറഞ്ഞില്ലേ 31-ാം തീയതി. ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കീമോ കഴിഞ്ഞ് 4 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു, 5ൻ്റെ അന്ന് വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം 31-ാം തീയതി ആയിരുന്നു കീമോ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ ഛർദിലും ക്ഷീണവും വേദനയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 5ൻ്റെ അന്നാണ് വീട്ടിൽ വരുന്നത്. പക്ഷേ വീട്ടിൽ വന്നെങ്കിലും രേണുവിന് ഈ മുമ്പത്തെ കണക്കല്ല, ഇപ്പം ചെയ്ത കീമോയിൽ ഒരുപാട് ഭയങ്കരമായിട്ട് അങ്ങ് അവസ്ഥ മോശമായിരുന്നു. അതുകൊണ്ടാണ് രേണുവിൻ്റെ ഒരു വിവരങ്ങളും ഒന്നും അറിയാൻ പറ്റാതായി പോയത്. രേണു ഒരു പോസ്റ്റ് ഇടുകയോ വീഡിയോ ഇടുകയോ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്നലെയാണ് അതിൽ നിന്നെല്ലാം ഒരു ചെറിയ രീതിയിലൊരു മോചനവും കിട്ടി, റിക്കവറായിട്ട് വന്നത് ഇന്നലെയാണ്. അപ്പം ഈ പറയുന്ന കണക്ക് അവൾ ഒരു ഷൂറാക്കിൻ്റെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ രേണു ചെയ്താൽ മതി എന്ന് ഇഷ്ടമുള്ളവരും അങ്ങനെ താല്പര്യമുള്ളവരും ആയിരിക്കുമല്ലോ രേണുസുതിയെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് ക്യാമറമാൻമാരോ ലൈറ്റ് സെറ്റോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല, മൊബൈലിൽ തന്നെയാണ് എടുത്ത് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പരസ്യം പിടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം അത് വളരെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടം തന്നെയാണ് രേണുസുതിക്ക്. ഇപ്പോൾ ഓരോരുത്തർ പറയുന്നതാണ് കോടിക്കണക്കിന് ആസ്തി കിട്ടിയ കോടിക്കണക്കിന് ആസ്തിയും വെച്ചുകൊണ്ടൊന്നുമല്ല രേണുസുതി ഇരിക്കുന്നത്. അപ്പോൾ ഈ കീമോ ചെയ്യുന്ന ഇഞ്ചക്ഷൻ കൂടാതെ ഉള്ള അഡീഷണൽ ഇഞ്ചക്ഷൻ്റെ ഒരു റേറ്റിനെ കുറിച്ച് ഭയങ്കര വിവാദം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു 2,02,608 രൂപ കണ്ട് അത് കറക്റ്റായിട്ട് അത് അത്രയും തന്നെ വേണം എന്നുള്ളതും എല്ലാവരും അറിയാമല്ലേ. 6 കീമോ ഉണ്ട്, 6 കീമോയ്ക്ക് മുന്നേയും ഈ ഒരു ഇഞ്ചക്ഷൻ ചെയ്യണം. അപ്പം ഈ 6 എണ്ണത്തിന് തന്നെ എത്ര രൂപയാകുമെന്ന് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പൈസ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ 6 കീമോ കഴിഞ്ഞതിന് ശേഷം ആണ് ഓപ്പറേഷൻ. ആ സർജനും നല്ല എമൗണ്ട് ആവും. അപ്പോൾ അവൾക്ക് കിട്ടുന്ന കൊച്ചു വർക്കുകൾ, അവൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ, അതും അവളുടെ വീട്ടിലിരുന്ന് ചെയ്യുന്നതിന് ആർക്കാണ് ഇത്ര കുഴപ്പം? ആ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ ദൈവം പോലും കൊടുക്കത്തില്ല. സത്യസന്ധമായിട്ട് പറയാം, അതിൽ കൂടുതലും പെണ്ണുങ്ങളാണ്. നിനക്കൊക്കെ ഇത്രയ്ക്ക് വിഷമോ ഇത്രയ്ക്കൊക്കെ നിനക്കൊക്കെ കൊള്ളുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളുമാരുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. നിൻ്റെയൊക്കെ നെഞ്ചത്ത് കയറി താണ്ടവും ആടിയിട്ടാണോ അവൾ ആ വീഡിയോ ചെയ്തത്? അവളുടെ വീട്ടിൽ അവളുടെ സൗകര്യത്തിനനുസരിച്ച് അവളുടെ മൊബൈലിലാണ് അവളത് എടുത്തത്. അപ്പോൾ അത് കണ്ടിട്ട് പോലും സഹിക്കാൻ വയ്യ. നീയൊക്കെ ഇത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ എന്തൊക്കെയാണ് കുറച്ച് നാൾ കാണാതിരുന്നപ്പോൾ വിചാരിച്ചു പടവായെന്ന്. നീ ഇനിയും ചത്തില്ലേ? ഇതിനെ ഒന്ന് കെട്ടിയെടുത്തെങ്കിൽ ഫോണിലെ വൈറസ് ഒന്ന് ഒഴിഞ്ഞു പോയേനെ. എന്തൊക്കെ മോശം കമൻറ്റുകളാണ് ഇടുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് വെക്കുക, നീയൊക്കെ മനുഷ്യരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി നിനക്കൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്തത്? അറിയാൻ വേത്തോണ്ട് വയ്ക്കും. ഇപ്പോൾ അവൾക്ക് ആവശ്യമുണ്ട്, ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട്. ആ പൈസയ്ക്ക് കിട്ടുന്ന കൊച്ചു വർക്കുകൾ, ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ, ഇപ്പം തന്നെ അവളെ വെച്ച് ഷോർട്ട് ഫിലിമോ ആൽബം അവൾ അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഷൂട്ട് ചെയ്യാൻ തന്നെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് ലൈറ്റ് സെറ്റോ ബഹളങ്ങളോ അതൊക്കെ വന്ന് ഇൻഫെക്ഷൻ ആകുന്നുള്ളതുകൊണ്ട് അതെല്ലാം വേണ്ടാന്ന് വെച്ചിരിക്കുക. അപ്പോൾ അവൾക്ക് പറ്റുന്നത് വേറെ രീതിയിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രൊമോഷൻ വീഡിയോ വീട്ടിലിരുന്ന് ചെയ്ത് അവൾ 10 പൈസ അവൾക്ക് ആവശ്യത്തിന് അവൾക്ക് മെഡിസിൻ വാങ്ങാനാണ്. അതിനവൾ സമ്പാദിക്കുന്നതിന് നിനക്കൊക്കെ എന്താണ് ഇത്ര കുരുപൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇവിടെ ഇടാത്ത കാര്യം ഒന്നും എനിക്ക് സുഖമില്ലായിരുന്നു, നല്ല പനിയായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സിനിമയുടെ ആ പ്രൊമോഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു.
മനസ്സിലായി. അതുകൊണ്ടാണ് വീഡിയോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണലായിട്ട് എൻ്റെ സ്വന്തം ഒരു കാര്യം പോലും ഇട്ടാൽ പോലും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഫുള്ളും രേണുസുതിയുടെ വിശേഷം എന്താണ്, രേണുസുതിക്ക് എങ്ങനെയുണ്ട്, രേണുസുതിയുടെ കാര്യങ്ങൾ പറ സജീന, അങ്ങനെയുള്ള കമൻറ്റുകളാണ് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ രേണുവിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞില്ലേ, ഈ 3ാമത്തെ കീമോ കഴിഞ്ഞ് വളരെ 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 ഡള്ളാണ് ആൾ. പിന്നെ ഒരു എനർജിയിൽ അങ്ങ് ചെയ്യുന്നു. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് കുറഞ്ഞു പോയി, ലിപ്സ്റ്റിക്ക് കൂടിപ്പോയി, കുറച്ചുകൂടി ആവാം, കുറച്ചുകൂടി കട്ടിയാവാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട റീലിൻ്റെ താഴെയും നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. ഈ ഫിൽറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തോത്തിന്? ഫിൽറ്ററാ. നേരിട്ട് രേണുവിനെ കണ്ടാൽ നീ ഒന്നും ഇത് പറയത്തില്ല. രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ രേണുവിൻ്റെ രൂപം കണ്ടാൽ നീ ഒന്നും ഇങ്ങനെ ഒന്നും പറയത്തില്ല, ഒരു കമൻറ്റ് പോലും പറയില്ല. കാരണം നേരിട്ട് രേണുവിനെ പോയി കണ്ട് ആ അവസ്ഥ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാനീ പറയുന്നത്. അവൾ ഫിൽറ്റർ ചെയ്യട്ടെ, അവൾ ചെയ്യട്ടെ. ആ മനസ്സിന് ഡൗൺ ആക്കി എനിക്ക് ഇന്ന അസുഖമുണ്ട്, ഇനി ഞാൻ രക്ഷപ്പെടുമോ, ഈ അസുഖം വന്നവരെല്ലാവരും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി മുന്നോട്ട് വരാൻ പറ്റും എന്ന് ആദ്യ പിടിച്ച് അവളങ്ങ് ഇല്ലാതെ ആ മരുന്ന് കൊടുക്കുന്ന മരുന്ന് പോലും ശരീരത്തിൽ എഫക്റ്റ് ആവാത്ത രീതിയിൽ അന്ന് ഇല്ലാതായി പോകണമെന്നാണ് നീയൊക്കെ ആഗ്രഹിക്കുന്നത്. നിനക്കൊക്കെ എന്താണ്, നിൻ്റെയൊക്കെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ? നിൻ്റെ വായിലോട്ട് പോകുന്ന തട്ടിപ്പറിച്ച് അവളെ എടുക്കുന്നുണ്ടോ? നീ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അവൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിനക്കൊന്ന് കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാതെ എല്ലാവരും കാണണേ, നിങ്ങളൊക്കെ വന്ന് എനിക്ക് നല്ല പോസിറ്റീവ് കമൻറ്റ് ഇടണേ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കണേ, എനിക്ക് ഇന്ന അസുഖമുണ്ട്, എനിക്ക് ഇത്ര രൂപയാവും, നിങ്ങളെല്ലാവരും കൂടെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണേ എന്നൊന്നും അവൾ പറയുന്നില്ലല്ലോ. അവളുടെ സന്തോഷം എന്താണ്, മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നത് എന്താണ്, അതാക്കും ചെയ്യുന്നതിന് നിനക്കൊക്കെ എന്തിത്ര കടി? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. ആ കമൻറ്റുകൾ, സത്യം പറഞ്ഞ കമൻറ്റുകൾ വായിച്ചിട്ട് എനിക്ക് എന്താണ് അതിന് റിപ്ലൈ കൊടുക്കേണ്ടുന്നത്? കുറച്ച് ദിവസം കാണാതിരുന്നപ്പോൾ വിചാരിച്ച് ഇവള് പടവായിരുന്നു, നാശം പിന്നും വന്നു, ഇവള് തൊലഞ്ഞില്ലേ, എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ ഒരാളെ പറയാൻ പറ്റൂ? ഇപ്പം നമ്മളുടെ നേരെ വിരൽ ചൂണ്ടി ഒരാളുടെ വേറെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ നേരെ വിരൽ ചൂണ്ടി നമ്മളിത് പറയുമ്പോൾ 4 വിരൽ നമുക്ക് നേരെയാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഈ പറയുന്ന പ്രാക്ക് തിരിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മളിലാണത് ഭരിക്കുന്നെങ്കിലോ ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം. ഒരു മനുഷ്യനെ ചത്തുപോണേന്നൊക്കെ ഇത്ര നിസ്സാരമായിട്ട് ഒരു പൂച്ച, നമ്മൾ വളർത്തിയ ഒരു പൂച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. സത്യമായിട്ട് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഫീലായിരിക്കും. അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത്. ശത്രുക്കൾ പോലും മരിച്ചെന്ന് കേൾക്കുമ്പോൾ അയ്യോ കഷ്ടം എന്ന് ചിന്തിക്കുന്നതാണ്. ഇത് പച്ചയ്ക്ക് ഇരുന്നുകൊണ്ടൊക്കെ പറയും, ഇവിടെ തൊലയുന്നില്ലല്ലേ, ഇവിടെ തീരുന്നില്ലല്ലേ, ഇവിടെയൊക്കെ ചത്ത് തൊലഞ്ഞെങ്കിൽ ഫോണിലെ വൈറസ് ഒഴിഞ്ഞു പോയേനെ, ഇതൊക്കെ ദൈവം കേൾക്കുന്നു എന്ന് നിങ്ങൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നീയൊക്കെ ഇരുന്ന് എത്ര നെഗറ്റീവ് പറയുന്നോ അത്രത്തോളം രേണുവിന് സുഖപ്പെടുത്തി കൊടുക്കും ദൈവം, മനസ്സിലായ? കാരണം തിരിച്ച് നിൻ്റെയൊക്കെ വീട്ടിലോട്ട് ഇത് ഇടുത്തി കണക്ക് തിരിച്ച് വീഴാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഓരോരുത്തരും. എനിക്ക് ആ കമൻറ്റ് കണ്ടിട്ട് എന്താണ് എനിക്ക് സത്യം ഇത് മനുഷ്യർ തന്നെ ആണ് ഇങ്ങനെയുള്ള കമൻറ്റ് ഇങ്ങനെ ഇടാൻ പറ്റുമോ ഒരാൾക്ക്? ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ മോശം കമൻറ്റ്, മോശം പോട്ടെ, അവളെ മോശം പറഞ്ഞു, അവൾ സൈബർ ആക്രമണം ഏൽക്കാത്തൊരു വ്യക്തിയല്ല, അവളെ കണക്ക് ഇത്രയും ഇതായിട്ട് ഏറിക്കിടന്ന് കറങ്ങിയിട്ട ഒരു വ്യക്തി വേറെയില്ല. പക്ഷെ ഒരാൾ മരിച്ചു പോകണം, ഇവളങ്ങ് തൊലഞ്ഞു പോകണം എന്നൊക്കെ പറയാനുള്ളൊരു മനസ്സ്, അതൊരു നല്ല മനുഷ്യന്, അതായത് സ്വന്തം കുടുംബത്തെയും കുട്ടികളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ അയാളെ പറയുമ്പോൾ അത് തിരിച്ച് നമ്മളിൽ ഭരിക്കും. അയ്യോ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇത് വന്ന് ഭവിച്ചാലോ എന്നൊരു ചിന്ത ഉള്ളവർ ഒരിക്കലും അത് പറയത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, രേണുസുതി ഇപ്പോഴത്തെ കീമോ കഴിഞ്ഞ് വന്ന് ആൾ നല്ല ഡള്ളാണ്. കാരണം 3ാമത്തെ കീമോ ആണ്, അത് ഇത്രയും കൂടെ ശരീരത്തിൽ താങ്ങി വരണം. അപ്പം ഇനി ഈ അടുത്ത 21-ാം തീയതിയാണ്, 18-ാം തീയതി കണ്ടാണ്, 21-ാം തീയതി കണ്ടാണ് തോന്നുന്നു 4ാമത്തെ കീമോ. നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് കൊടുക്കാനും ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. രേണുസുതിയുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ആർക്കും ഒരു ദ്രോഹം അവൾ ചെയ്യുന്നില്ല, ഒരു മനുഷ്യർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. അവളുടെ സ്വന്തം കാര്യം നോക്കി അവൾ ജീവിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ആ പരാതി പരുവം തീർന്നല്ലോ. ഞാനൊരു വീഡിയോ ഇടാൻ വേണ്ടി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരമാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും, ഇനി സമയമില്ലായിരുന്നു, അത് വേറെ കാര്യം. ഇനി ആരൊക്കെ ഏതൊക്കെ രീതിയിൽ രേണുവിനെ ഞാൻ പറിച്ച് തിന്നുന്നു, ഇപ്പോൾ രേണുവിൻ്റെ കണ്ടന്റ് ആരും എടുക്കുന്നില്ല, നീ മാത്രമേ എടുക്കുന്നുള്ളൂ, രേണു ഉണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കാർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ പറയും, രേണുവിന് വേണ്ടി ഞാൻ ഇനിയും സംസാരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, ഇനി ഓരോ അപ്ഡേഷനും ഞാൻ തരുന്നതായിരിക്കും. അത് പ്രൊമോഷനാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്, ആണെങ്കിലാണ്, അങ്ങനെ ഇരിക്കട്ടെ. രേണുവിനെ ഇഷ്ടപ്പെടുന്നതും രേണുവിൻ്റെ കാര്യങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്നവരാണ് വന്ന് എൻ്റെ അടുത്ത് ഇത് കമൻറ്റിൽ ചോദിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളുമാർ ഇത് കാണുന്നെങ്കിൽ ഒരു വട്ടം ഒന്ന് ചിന്തിക്കുക. ഒരാൾ തലഞ്ഞു പോണേ, നശിച്ചു പോണേ, ഇവിടെ അങ്ങ് തീരുന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ആൾക്കാരുണ്ട് എന്നൊരു ചിന്ത
മനസ്സിൽ വെച്ചതിന് ശേഷം വേറൊരാളുടെ നാശം കാണാൻ ആഗ്രഹിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് താങ്ക് യു.